എന്താണ് റീപാക്കിംഗ് ബിസിനസ്? നമ്മൾ പ്രോഡക്റ്റ് ഹോൾസെയിലായിട്ട് വാങ്ങിച്ച് നമ്മളുടെ ബ്രാൻഡ് നെയിമിൽ പാക്ക് ചെയ്ത് വിൽക്കുന്നതിനെയാണ് റീപാക്കിംഗ് ബിസിനസ് എന്ന് പറയുന്നത്. എന്തൊക്കെ പ്രോഡക്റ്റ് നമുക്ക് ഇത്തരത്തിൽ റീപാക്ക് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന എന്ത് പ്രോഡക്റ്റും, അതല്ലെങ്കിൽ മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന എന്ത് പ്രോഡക്റ്റും നമുക്ക് നമ്മളുടെ ബ്രാൻഡ് നെയിമിൽ ഇത്തരത്തിൽ പാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, കോസ്മെറ്റിക് ഐറ്റംസ് ആയിക്കോട്ടെ, സോപ്പ് പോലുള്ള ക്ലീനിങ് പ്രോഡക്റ്റ്സ് ആയിക്കോട്ടെ, ഡ്രസ് ഐറ്റംസ് ആയിക്കോട്ടെ, എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും നമുക്ക് ഇത്തരത്തിൽ റീപാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു റീപാക്കിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് മാനുഫാക്ചേഴ്സിനെ, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹോൾസെയിലായിട്ട് പ്രോഡക്റ്റ് നൽകുന്നവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. മാർക്കറ്റിലൊക്കെ പോയാൽ നമുക്ക് ഇത്തരത്തിൽ പ്രോഡക്റ്റൊക്കെ ഹോൾസെയിലായിട്ട് കിട്ടും. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇപ്പോൾ പ്രത്യേകിച്ച് ബ്രാൻഡൊന്നും നോക്കി ആളുകൾ വാങ്ങാത്ത ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും എല്ലാ സീസണിലും കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം. നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന പ്രോഡക്റ്റ് ആയിരിക്കണം. ഇപ്പം ചില പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്ക് വിൽക്കുകയാണെങ്കിൽ 5 രൂപ 10 രൂപയ്ക്കാണ് പ്രോഫിറ്റ് കിട്ടുള്ളൂ. എന്നാൽ മറ്റു ചില പ്രോഡക്റ്റ് ആണെങ്കിൽ 200 രൂപ 300 രൂപയൊക്കെ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഈ 2 പ്രോഡക്റ്റ് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിടുന്ന എഫേർട്ട് സെയിം ആയിരിക്കും. അപ്പോൾ ഈ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിലോ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ ചില ആളുകളുണ്ട് ദൂരെ നിന്നൊക്കെ വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കും. അപ്പോൾ ഷിപ്പിംഗ് ചാർജ് വളരെയധികം ഹെവി ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വിറ്റാൽ പോലും നമുക്ക് വലിയ രീതിയിൽ ലാഭം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മളുടെ നാട്ടിൽ വളരെ എളുപ്പത്തിൽ കിട്ടുന്ന മറ്റ് സ്ഥലങ്ങളിൽ ഡിമാൻഡുള്ള പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സ്പൈസസ് ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സ്പൈസസ് പ്രത്യേകിച്ച് ആളുകൾ ബ്രാൻഡൊന്നും നോക്കി വാങ്ങാത്ത പ്രോഡക്റ്റ് ആണ്. നമ്മുടെ കേരളത്തിൽ വളരെ നല്ല രീതിയിൽ കിട്ടുന്ന പ്രോഡക്റ്റ്, മറ്റ് സ്ഥലങ്ങളിൽ ഡിമാൻഡുള്ള പ്രോഡക്റ്റുമാണിത്. അതുമാത്രമല്ല, നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എക്സ്പോർട്ട് ലെവലിലോട്ട് വരെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇനി ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പ്രോഡക്റ്റ് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഹോൾസെയിലായിട്ട് വാങ്ങേണ്ട സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ സ്ഥലം കണ്ടെത്തുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. നമ്മളുടെ ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ അയച്ചിട്ട് എന്നോട് ചോദിക്കുകയുണ്ടായി, ചേച്ചി ഇത് ഞാൻ ഹോൾസെയിലായിട്ട് വാങ്ങിച്ച പ്രോഡക്റ്റാണ്, ഞാനത് റീപാക്ക് ചെയ്തതാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഒരു കസ്റ്റമർ ഇതുപോലുള്ളൊരു പരാതി അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രോഡക്റ്റിനകത്ത് ഒരു ഹെയർ കിടക്കുന്ന ഫോട്ടോയാണ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. സത്യത്തിൽ ഈ റീപാക്ക് ചെയ്ത വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള മിസ്റ്റേക്ക് അല്ല, അത് ആരാണോ പ്രോഡക്റ്റ് നിർമ്മിച്ചത് അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള മിസ്റ്റേക്കാണ്. എന്നാൽ നമ്മളുടെ ബ്രാൻഡ് നെയിമിൽ പ്രോഡക്റ്റ് ഇറക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളുടെ മിസ്റ്റേക്ക് ആണ് എന്ന് തന്നെയാണ് കസ്റ്റമേഴ്സ് ഓർക്കാനായിട്ടുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ ഇത്തരത്തിൽ വളരെ നല്ല രീതിയിൽ നിർമ്മിക്കുന്ന ആളുകളുടെ അടുത്തുനിന്ന്, ജെനുവിൻ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്ന് പ്രോഡക്റ്റ് എടുക്കാനായിട്ട് നോക്കുക, വില നോക്കി മാത്രം എടുക്കാതെ. അങ്ങനെ നമ്മൾ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിച്ചു, അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട ജോലി ഇത് പാക്ക് ചെയ്യുക എന്നുള്ളതാണ്. പാക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ലൈസൻസ് എല്ലാം എടുക്കേണ്ട ആവശ്യമുണ്ട്. എന്ത് പ്രോഡക്റ്റാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് എന്നതിനനുസരിച്ചാണ് നമുക്ക് ലൈസൻസ് വരുന്നത്. ഇപ്പോൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ആണ് എടുക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ ക്ലീനിങ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് MSME സർട്ടിഫിക്കറ്റ് മതിയാവും. അപ്പോൾ എന്ത് പ്രോഡക്റ്റ് ആണ് എന്നതിനനുസരിച്ചാണ് ഈ ഒരു ലൈസൻസ് വരുന്നത്. റീപാക്കിംഗ് ലൈസൻസ് എന്ന് പറയുന്ന ഒരു ലൈസൻസ് ഇല്ല. ഫസ്റ്റ് നമ്മൾ പ്രോഡക്റ്റിൻ്റെതായിട്ടുള്ള ലൈസൻസ് എടുക്കുക, അതായത് ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി എടുക്കുക. എന്നിട്ട് പ്രോഡക്റ്റ് പാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലൈസൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ ലൈസൻസ് എടുത്ത ശേഷം നമുക്ക് പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് ഇറക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പാക്കിംഗ് കവറിൽ പ്രിന്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഈ ഒരു ലൈസൻസ് എടുക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെ മാർക്കറ്റ് ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മളുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ. നമുക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് ആയിട്ടുള്ളൊരു പേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആളുകൾ നമ്മളുടെ അടുത്ത് നിന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ടുള്ളൊരു സാധ്യതയുള്ളൂ. അത്തരത്തിലുള്ള പേജ് കയറി വരാനായിട്ടും കുറച്ച് സമയം എടുക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോയിലൊക്കെ നമ്മളുടെ പ്രോഡക്റ്റ് നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് പല ആളുകളുടെയും വിചാരം ഇത്തരത്തിലുള്ള ആമസോണിലൊക്കെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നത് ആമസോൺ തന്നെയാണെന്നാണ് കേട്ടോ. എന്നാൽ അങ്ങനെയല്ല, ഓരോ സെപ്പറേറ്റ് സെല്ലേഴ്സുമാണ് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ നമുക്കും നമ്മളുടെ പ്രോഡക്റ്റ് ഇങ്ങനെ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ പാക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസ് നമുക്ക് നമ്മളുടെ ലോക്കലായിട്ടുള്ള മാർക്കറ്റിലും സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ബിസിനസ്സിൽ
ബിസിനസ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു ബിസിനസ്സിൻ്റെ പോസിറ്റീവ് സൈഡ് എന്നുള്ളത് നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് കുറവ് മതി എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ മെഷീനോ അങ്ങനെയൊന്നും തന്നെ വാങ്ങേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു പാക്കിംഗ് മെഷീൻ മാത്രമാണ് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ വളരെ കുറച്ച് പ്രോഡക്റ്റ് മാത്രം ഹോൾസെയിലായിട്ട് എടുത്താലും മതിയാവും. ഒരു 20,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു ഇത്തരത്തിലുള്ളൊരു റീപാക്കിംഗ് ബിസിനസ് മാക്സിമം 20,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ സ്വന്തമായിട്ടൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് മാർക്കറ്റ് സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ടും റീപാക്കിംഗ് ബിസിനസ് ട്രൈ ചെയ്യാവുന്നതാണ്. നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് എല്ലാ ലൈസൻസോടും കൂടി ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് എന്താണ് നെഗറ്റീവ് എന്നുള്ളത് നോക്കാം. നെഗറ്റീവ് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. നമ്മൾ പ്രോഡക്റ്റ് ഹോൾസെയിലായിട്ട് എടുക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അത് നമ്മളുടെ ബ്രാൻഡിനെയും ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് തന്നെയാണ് ഈ ഒരു ബിസിനസ്സിലെ പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ മാക്സിമം ബില്ലൊക്കെ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കാം. അത് മാത്രമല്ല കേട്ടോ, നമ്മൾ ലൈസൻസ് എടുക്കുമ്പോൾ റീപാക്കിംഗ് ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു റീപാക്കിംഗ് ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് എങ്കിൽ താഴെയുള്ള നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ബിസിനസ്സിന്റെ ഡീറ്റെയിൽസുമായിട്ട് കാണാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ബിസിനസ്സിനെ കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.